ഹായ് ഗൈസ്, റംബുട്ടാൻ വെച്ചിട്ട് ഇന്നൊരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ റംബുട്ടാൻ കുറച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇന്ന് എൻ്റെ കൂടെ എനിക്ക് സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൂസും ഉണ്ട് കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ ഞാനും അപ്പൂസും കൂടി ഇങ്ങനെ ഇരുന്ന് റംബുട്ടാൻ തോട് കളഞ്ഞ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവന് തോട് കളയാൻ പാടാണെന്ന് പറഞ്ഞ് അവൻ കടിച്ച് തോട് കളയാൻ തുടങ്ങി. എൻ്റെയും കൈ വേദനിച്ച് തുടങ്ങി. അങ്ങനെ അവസാനം ഞാനും കടിച്ച് തന്നെ തോട് കളഞ്ഞു തുടങ്ങി. എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ കഥയും പറഞ്ഞിരുന്ന് തോട് പടപടപടേന്ന് തൊലിച്ചങ്ങിട്ടു. ഒരുപാട് അഴുകിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്തതും ഉണ്ടായിരുന്നു, ചെറുതായിട്ട് കളർ വെച്ച് വരുന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അഴുകിയതൊക്കെ കളഞ്ഞു. പിന്നെ ആവശ്യമുള്ളത് എടുത്തു. നല്ല പഴുത്തതിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ട് കേട്ടോ. പച്ചയര് കുറച്ച് ചെറുതായിട്ടൊന്ന് പഴുത്ത് വരുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി അതെടുത്തപ്പോഴത്തേക്കും. ഇനി അതിൻ്റെ എല്ലാം ഫ്ലഷ് നമ്മൾ തോട് കളഞ്ഞ് എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കഴുകണം. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഫ്ലഷ് മാത്രം നമ്മൾ കുരുവിൽ നിന്ന് ചെത്തിയെടുക്കണം. അത് നല്ല പഴുത്തതായതുകൊണ്ട് ജ്യൂസ് പോലെ വരുന്നുണ്ട് അതിൽ നിന്ന്. ഇത്രയും കുരു കളഞ്ഞെടുത്തപ്പോൾ ഇത്രയും ഫ്ലഷാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത് ഞാൻ ഇതിലാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും 2 പീസ് ഉള്ളിയും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് കുറച്ച് കടുകും കൂടി ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ച് മാറ്റി വെച്ച ശേഷം ചട്ടി അടുപ്പിൽ വയ്ക്കും. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മൺചട്ടി ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടു. അതിലേക്ക് കറിവേപ്പില ഒന്ന് മൊരിഞ്ഞപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒരു 1.5 സ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി ഇട്ടു. കായപ്പൊടി നമ്മുടെ മണത്തിനും രുചിക്കും ആവശ്യാനുസരണം ഇടാം കേട്ടോ. ഞാനതൊന്നും നോക്കിയില്ല. എൻ്റെ മണത്തിന് എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാനതങ്ങ് തട്ടി. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുകും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൽ പുക വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാമോ എന്നറിയില്ല. കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് കേട്ടോ. ഒരല്പം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അച്ചാറിൻ്റെ മസാല നന്നായിട്ട് വഴറ്റി നന്നായിട്ട് നല്ല ചുമ വന്നപ്പോൾ നമ്മളതിലേക്ക് വിനാഗിരി ഒഴിച്ചു. വിനാഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 സ്പൂണിന് വിനാഗിരി ഒഴിച്ചു. നല്ല പുളിപ്പ് കിട്ടത്തക്ക രീതിയിലാണ് ഒഴിച്ചത്. ഇനി കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതിനെ അതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് ചൂടാക്കി. ഈ അരപ്പ് നന്നായിട്ട് ചൂടാക്കി ഞാൻ നല്ല മിക്സ് ചെയ്ത് ചൂടാക്കി വന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് കരിപ്പട്ടിയിട്ട് പായസം വയ്ക്കുന്നതാണ് കേട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ തോന്നി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന റംബുട്ടാൻ്റെ ഫ്ലഷ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മളാണെങ്കിൽ ഒരുപാട് റംബുട്ടാൻ എടുത്തു, പക്ഷേ ഫ്ലഷ് കുറച്ചേ കിട്ടിയുള്ളൂ. അതും പഴുത്തതായതുകൊണ്ട് നല്ല ജ്യൂസ്, അതിൽ നിന്നുള്ള ജ്യൂസും അതിൽ കൂടെ അരിഞ്ഞിട്ടപ്പോൾ ഉണ്ടായിരുന്നു. ആ ജ്യൂസ് ഉൾപ്പെടെയാണ് ഞാൻ അച്ചാറിലേക്ക് ഒഴിച്ചത്, മസാലയിലേക്ക് ഒഴിച്ചത്. അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആദ്യമൊക്കെ റംബുട്ടാൻ ഇട്ടപ്പോൾ നല്ല വെള്ള നിറത്തിലാണ് അതിൽ പൊങ്ങിക്കിടന്നത്. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴേക്കും അത് നന്നായിട്ട് അതിലേക്ക് മിക്സായി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് കായം കുറവാണെന്ന് തോന്നി. കുറച്ച് കായപ്പൊടി കൂടി ഇട്ടു. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് അതങ്ങനെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കാൻ മറന്നില്ല കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണെന്ന് തോന്നി. ഇനി മണത്തിന് വേണ്ടി ഒരു അല്പം മല്ലിയിലെ ഞെട്ടിടരുത് ഇല മാത്രം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി പച്ചപ്പിന് വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ. അല്ല പച്ച കിടക്കുന്ന കറിവേപ്പില കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായി. നമുക്ക് അപ്പൂസിന് കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം. അപ്പൂസേ, കളിയെടുത്ത് ടേസ്റ്റ് ചൂട് ഞാൻ എടുത്തുതരാം. തൊട്ടോക്ക് ഇങ്ങനെയുണ്ട്. എന്താന്ന് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ റംബുട്ടാൻ. അപ്പം എല്ലാവരും നല്ല അഭിപ്രായമാണ്. റംബുട്ടാൻ കൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. കുറച്ച് പാടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുക, എല്ലാവരും കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ബൈ.